പക്ഷെ കാരണം പറയാൻ ആദിത്യൻ തയ്യാറായില്ല. അതെല്ലാം ഞാൻ നിങ്ങളോട് പിന്നീട് വിശദീകരിക്കാം. മൂർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു. ആയിക്കോട്ടെ, ഏതായാലും തമ്പുരാൻ കറക്റ്റ് സമയത്താണ് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ മീറ്റിയോർ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. ആദിത്യൻ അത്ഭുതത്തോടെ ചോദിച്ചു. മീറ്റിയോർ ഗ്രൂപ്പിന് മുന്നിലോ? അതെ, എനിക്കിവിടെ ചെറിയ ജോലിയുണ്ട്. തമ്പുരാൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കമ്പനി ഏറ്റെടുക്കാനുള്ള ഡീലിന്റെ കാര്യങ്ങൾ കൈയോടെ ശരിയാക്കാം. മൂർത്തിയുടെ മറുപടി കേട്ട ആദിത്യന് സന്തോഷം തോന്നി. ഓക്കെ, ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തും. ആദിത്യൻ വേഗം തന്നെ കോൾ കട്ട് ചെയ്തു. മൂർത്തിയുടെ രീതികൾ അവന് നന്നായി അറിയാമായിരുന്നു. അയാളൊരു വാക്ക് പറഞ്ഞാൽ അത് ഉടനെ തന്നെ പാലിക്കുന്നയാളാണ്. ഏത് വലിയ ആളുകൾ പോലും കൃഷ്ണമൂർത്തിയുടെ മുമ്പിൽ നിശബ്ദരായിരിക്കും. 60 വയസ്സ് തികഞ്ഞെങ്കിലും അയാളുടെ എനർജി ഇപ്പോഴും ചെറുപ്പക്കാരെ പോലും തോൽപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആദിത്യന്റെ മുത്തച്ഛൻ അവരുടെ ബിസിനസിന്റെ മുഴുവൻ ഭാരവും അയാളുടെ ചുമലിൽ വെച്ചു. ആദിത്യൻ പിന്നെ സ്റ്റോറിലേക്ക് തിരികെ പോകാൻ വേണ്ടി തിരിഞ്ഞു. അപ്പോഴാണ് അവൻ അകത്തുനിന്ന് ഗീതയുടെ ശബ്ദം കേട്ടത്. ഗീത അപ്പോഴും ആവണിയോട് അശോകിന്റെ അടുത്തേക്ക് പോകാൻ നിർബന്ധിക്കുകയായിരുന്നു. ഗായത്രി ദേവി പറഞ്ഞതിന് ശേഷം ഗീതയും അതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ആദിത്യൻ മനസ്സിൽ പറഞ്ഞു, ആദ്യം കയ്യിൽ പണം വരട്ടെ, എങ്കിൽ മാത്രമേ ആവണി അശോകിന്റെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് തടയാൻ പറ്റൂ. പിന്നെ അവൻ സ്റ്റോറിലേക്ക് കയറാതെ വേഗം തന്നെ അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് മീറ്റിയോർ ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് വിട്ടു. ആ വലിയ നീല കെട്ടിടത്തിന്റെ ഗേറ്റിന്റെ പുറത്തു നിന്ന ആദിത്യൻ ചുറ്റും നോക്കി. ഒരു അത്യാഡംബര കാർ തനിക്ക് നേരെ വരുന്നത് അവൻ കണ്ടു. കഴുത്തിൽ കനത്തിൽ ഒരു സ്വർണമാലയും കയ്യിൽ രാജമുദ്രയുള്ള ഒരു വാക്കിംഗ് സ്റ്റിക്കുമൊക്കെയായി ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി അവന് നേരെ നടന്നു വന്നു. ആദിത്യനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ കണ്ണട ഊരി മാറ്റി. അയാളുടെ കൺകോണുകൾ നനഞ്ഞിരുന്നു. അയാളെ കണ്ടതും ആദിത്യൻ വികാരഭരിതനായി വിളിച്ചു, മൂർത്തിയെങ്കിൽ? അടുത്ത നിമിഷം തന്നെ ആദിത്യൻ മൂർത്തിയെ കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞ 4 വർഷമായി മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ സാധാരണക്കാരനാണെന്ന് കരുതിയിരുന്ന ആദിത്യൻ ആരാണെന്ന് മൂർത്തിക്ക് മാത്രമേ അറിയൂ. മീറ്റിയോർ ഗ്രൂപ്പിനെ പോലെയുള്ള 10 കമ്പനികൾ വരെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് വാങ്ങാൻ കഴിയുന്നത്രയും പണത്തിന്റെ ഉടമയായിരുന്നു അവൻ. ആദിത്യൻ വേഗം തന്നെ ചോദിച്ചു, അങ്കിൾ, കമ്പനി വാങ്ങുന്നതിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞോ? പിന്നല്ലാതെ, കൊച്ചു തമ്പുരാന്റെ കോൾ വന്ന ഉടനെ തന്നെ ഞാൻ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി തമ്പുരാനൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. അത് കേട്ട ആദിത്യൻ ഒന്ന് മൂളി. എല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്കൊരു ജോലി കൂടിയുണ്ട്. ഈ കമ്പനിയുടെ ചെയർമാൻ ചന്ദ്രശേഖരന് വൃത്തികെട്ട ഒരു മകനുണ്ട്, അശോക് ചന്ദ്രൻ. ശേഖരന്റെ സമ്മതമില്ലാതെ ഈ കമ്പനിയിൽ ഒരു ഇല പോലും അനങ്ങില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആദിത്യൻ പറഞ്ഞതൊക്കെ മൂർത്തിയും ശരിവെച്ചു. ആദിത്യൻ തുടർന്നു, എന്നാലേ ഈ പറഞ്ഞ ചന്ദ്രശേഖരന് ഇനി കുറച്ച് റെസ്റ്റൊക്കെ ആവശ്യമല്ലേ? വെറുതെ എന്തിനാ അയാൾ ഇവിടെ ചുറ്റിത്തിരിയുന്നേ? പോയി റെസ്റ്റ് എടുക്കട്ടെന്നേ. കള്ളച്ചിരിയോടെ ആദിത്യൻ പറയുന്നത് മൂർത്തിയും ചിരിയോടെ കേട്ടു നിന്നു. റെസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു സബ് ജയിലിലെങ്കിലും അല്ലാതെ എങ്ങനെയാ ശരിയാവുന്നേ? ആദിത്യൻ ആ പറഞ്ഞതിൽ അവന്റെ ഉദ്ദേശം വ്യക്തമായിരുന്നു. ഇപ്പോൾ ഈ കമ്പനിയുടെ എല്ലാ അധികാരവും തമ്പുരാന്റെ കൈകളിലാണ്. ഇഷ്ടമുള്ളത് ചെയ്യാം. വേണമെങ്കിൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാം. വേണ്ടെങ്കിലേ, ചെയർമാൻ സ്ഥാനം എനിക്ക് വേണ്ട. കമ്പനിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആദിത്യന്റെ ചോദ്യം കേട്ട മൂർത്തി ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, അത് വൺ മിസ്റ്റർ ഷാനവാസ്. ഓക്കെ, എന്നാൽ ഇപ്പോൾ തന്നെ ഷാനവാസിനെ വിളിച്ച് ഒരു സന്തോഷ വാർത്ത അറിയിക്കണം. അയാളാണ് ഇനി മീറ്റിയോർ ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ. അതും പറഞ്ഞ് ആദിത്യൻ കമ്പനിയുടെ അകത്തേക്ക് നടന്നു. മൂർത്തിയും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൃഷ്ണമൂർത്തിയെ കണ്ട ആരും അവരെ തടയാൻ ധൈര്യപ്പെട്ടില്ല. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ ആദിത്യന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തെളിച്ചമുണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് ആവണിയുടെ ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അശോകിനോട് സഹായം ചോദിക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ആവണിയും വേഗം തന്നെ മീറ്റിയോറിലേക്ക് പോയി. ആദിത്യനും മൂർത്തിയും അപ്പോൾ മുകളിലേക്ക് കയറുകയായിരുന്നു. അവർ ഒരു ക്യാബിനകത്തേക്ക് കടക്കാൻ നിന്നപ്പോൾ 32 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവരെ തടഞ്ഞു. അത് ചന്ദ്രശേഖരന്റെ പേഴ്സണൽ സെക്രട്ടറി ശാലിനിയായിരുന്നു. അവൾക്ക് മൂർത്തിയെ കണ്ട് പരിചയമില്ലായിരുന്നു. അവരെ അവിടെ കണ്ടപ്പോൾ ശാലിനിക്ക് ദേഷ്യം തോന്നി. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് കയറിയത്? അവർ രണ്ടുപേരെയും അടിമുടി നോക്കി. അപ്പോൾ ആദിത്യൻ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ചെയർമാൻ ഷാനവാസിനെ കാണാൻ വന്നതാണ്. അതെ, മിസ്റ്റർ ഷാനവാസ് ഇവിടുത്തെ ചെയർമാനല്ല, വൈസ് ചെയർമാനാണ്. നിങ്ങളെപ്പോലുള്ള സെയിൽസ്മാൻമാരെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സാറ് കാണില്ല. നോ, പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, അല്ലെങ്കിൽ എനിക്ക് സെക്യൂരിറ്റിയെ വിളിക്കേണ്ടി വരും. ശാലിനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദിത്യൻ മൂർത്തിയെ നോക്കി. എന്നാൽ അതേസമയം അവന്റെ ഫോണിലേക്ക് ആവണിയുടെ കോൾ വന്നു. അവൻ കോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാറ്ററി കുറവായതിനാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. മൂർത്തി അപ്പോൾ ദേഷ്യത്തോടെ ശാലിനിയോട് പറഞ്ഞു, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഈ നിൽക്കുന്നത്. എന്നാൽ ആദിത്യൻ അയാളെ തടഞ്ഞു. ആവണി എന്തിനാണ് വിളിച്ചത് എന്ന ടെൻഷനിലായിരുന്നു അവൻ. മറ്റൊന്നും അപ്പോൾ സംസാരിക്കാൻ നേരമില്ലായിരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് മിസ്റ്റർ ഷാനവാസിനെ വിളിക്കൂ. എനിക്ക് കാത്തു നിൽക്കാൻ ഒട്ടും സമയമില്ല. ഇനി നോക്കിയിട്ട് കാര്യമില്ലെന്ന് തോന്നി മൂർത്തി അവിടെ നിന്ന് മാറി ഷാനവാസിന് കോൾ ചെയ്തു പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഷാനവാസിനെ മൂർത്തിയെ നന്നായി അറിയാമായിരുന്നു. അയാൾ വേഗം തന്നെ തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ശാലിനി അപ്പോഴും അവരോട് വഴക്കിടുകയായിരുന്നു.
നോക്ക്, ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ലാസ്റ്റ് വാണിംഗ് തരികയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ. എന്നാൽ ശാലിനി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പിന്നിൽ നിന്ന് ഷാനവാസിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. ശാലിനി, ഇങ്ങനെയാണോ ഗസ്റ്റിനോട് സംസാരിക്കുക? സോറി സർ. എന്നാൽ ഷാനവാസ് അവളോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. ഷട്ട് അപ്പ്. നിന്റെ ഈ ബിഹേവിയറിന് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും. ശേഷം ഷാനവാസ് മൂർത്തിയെയും ആദിത്യനെയും നോക്കി. ശാലിനിക്ക് അത് വലിയ അപമാനമായി. ഓഫീസിൽ വെച്ച് ആദ്യമായാണ് ഒരാൾ അവളോട് ഇങ്ങനെ പെരുമാറുന്നത്. കാരണം ചന്ദ്രശേഖരൻ അത്രയും ഉയർന്ന സ്ഥാനമാണ് അവൾക്കവിടെ എപ്പോഴും കൊടുക്കാറ്. അയാൾ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ശാലിനി ശേഖറിന്റെ അടുത്ത് എത്തിച്ചിരുന്നു. ഇപ്പോഴും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ശാലിനിക്ക് മനസ്സിലായി. അവൾ ഒന്നും മിണ്ടാതെ മെല്ലെ അവിടെ നിന്നും വലിഞ്ഞു. എന്നിട്ട് കുറച്ചു മാറി ശേഖറിന് കോൾ ചെയ്തു. മറുവശത്ത് ആദിത്യനും മൂർത്തിയും ഓഫീസിനകത്ത് ഫോർമാലിറ്റികൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. അവൻ ഇടയ്ക്കിടെ സമയം നോക്കി. ഇപ്പോൾ സമയം 3 മണി. ഇനി 2 മണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവൻ എല്ലാം സൈൻ ചെയ്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ലിഫ്റ്റിന് പുറത്ത് 45 വയസ്സ് തോന്നിക്കുന്ന ഉയരമുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നത് അവർ കണ്ടു. അയാളുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. അതായിരുന്നു ചന്ദ്രശേഖരൻ. അയാൾ തന്റെ മുമ്പിലുള്ള ഷാനവാസിനെ നോക്കി ചോദിച്ചു, ഷാനവാസ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? താൻ ആരാ ശാലിനി ഇവിടെ നിന്ന് പുറത്താക്കാൻ? നീ നിന്റെ സ്ഥാനം മറക്കണ്ട. ശേഖരൻ, അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഷാനവാസ് ആണ് ഇന്നു മുതൽ ഈ കമ്പനിയുടെ ചെയർമാൻ. ഞാനാണ് ഇയാൾക്ക് ഈ അധികാരം കൊടുത്തത്. മൂർത്തി ശേഖരനോട് പറഞ്ഞു. ശേഖരൻ അത് കേട്ട് പരിഹാസത്തോടെ ചോദിച്ചു, ഓഹോ, ശരിക്കും? അങ്ങനെയൊക്കെ അധികാരം കൊടുക്കാൻ നിങ്ങൾ ആരാണാവോ? മൂർത്തി ആത്മവിശ്വാസത്തോടെ നിന്നു. എന്റെ പേര് പറഞ്ഞ ആ ശേഖരൻ അറിയാം. ഞാൻ കൃഷ്ണമൂർത്തി, പള്ളിക്കലെ കൃഷ്ണമൂർത്തി. ഈ പേര് കേട്ടപ്പോൾ ശേഖരന്റെ കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. കൃഷ്ണമൂർത്തി ആരാണെന്ന് ശേഖരൻ അറിയാമായിരുന്നെങ്കിലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. സോറി, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നമുക്കെന്റെ ക്യാബിനിലിരുന്ന് സംസാരിക്കാം. എന്നാൽ അതിനുള്ള മറുപടി പറഞ്ഞത് ആദിത്യനായിരുന്നു. സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞു മിസ്റ്റർ ശേഖരൻ. ഈ കമ്പനിയുടെ മറവിൽ നിങ്ങൾ പല ഇല്ലീഗൽ ബിസിനസ്സുകളും ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അത് കേട്ടപ്പോൾ ശേഖരന്റെ തൊണ്ട വരണ്ടു. അയാൾ തന്റെ കണ്ണട ഊരി മാറ്റി ചുറ്റും നോക്കി. ഓഫീസിലുണ്ടായിരുന്ന നിരവധി ജീവനക്കാർ അയാളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആദിത്യൻ കമ്പനിയുടെ പുതിയ തീരുമാനങ്ങൾ അടങ്ങിയ ഡോക്യുമെന്റ്സ് ശേഖരന് നേരെ നീട്ടി. ശേഷം ഷാനവാസിനെയും മൂർത്തിയും കൂട്ടി അവിടെ നിന്നും നടന്നു. അവർ നേരെ ചെയർമാന്റെ ക്യാബിനിലേക്കാണ് പോയത്. അവിടെ കയറിയപ്പോഴും ആദിത്യന്റെ മനസ്സിൽ ആവണിയെയും കുടുംബത്തെയും കുറിച്ചുള്ള ആശങ്കയായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ളതുകൊണ്ട് അവൻ പറഞ്ഞു, ഷാനവാസ്, ഇന്നു മുതൽ നിങ്ങളാണ് ഈ കമ്പനിയുടെ ചെയർമാൻ. എന്ത് തീരുമാനം വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം. ഷാനവാസ് സന്തോഷത്തോടെ നിന്നു. താങ്ക് യു സർ. ഞാൻ എൻ്റെ ജോലി സത്യസന്ധതയോടെ തന്നെ ചെയ്യും. ആർക്കും ഒരു പരാതിയും ഉണ്ടാവാൻ ഞാൻ അവസരം നൽകില്ല. ആദിത്യൻ ഒന്ന് മൂളി. ഗുഡ്. ഒരു കാര്യം കൂടി, ശേഖരനെയും അയാളുടെ മകൻ അശോകിനെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയണം. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത അവനൊക്കെ ജയിലിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഷാനവാസ് വേഗം തന്നെ മറുപടി പറഞ്ഞു. സർ, ഡോണ്ട് വറി. അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അവരുടെ നേരെ ശബ്ദമുയർത്താൻ വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഷാനവാസ് ക്യാബിൻ വിട്ടിറങ്ങിയ ഉടനെ ആദിത്യൻ മൂർത്തിയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് എനിക്കുള്ള ചെക്ക് താങ്കളെ. എനിക്കധികം സമയമില്ല. തരാം, പക്ഷെ എനിക്കൊരു കാര്യം കൂടെ അറിയണം. തമ്പുരാനി മരുമകന്റെ മുഖം മൂടി എന്നുദ്ദേശിച്ചത് എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ആദിത്യൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അങ്കിളിന് എന്നെ കുട്ടിക്കാലം മുതലേ അറിയുന്നതല്ലേ. ഞാനൊരു കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല. ഞാനിങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അല്ലാതെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് വെറുതെ അങ്ങനെ ഒരു പെൺകുട്ടി ഉപേക്ഷിച്ച് പോരുന്ന ഒരാളല്ല ഞാൻ. ഒരു കാര്യം മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക, ഇത് വെറും ഒരു മുഖംമൂടിയല്ല. ഇതെന്റെ ഒരു തന്ത്രമാണ്. അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഒരു യഥാർത്ഥ രാജാവ് സ്വയം മറച്ചു നടക്കുന്നവനാണ്. എന്നിട്ട് സമയമാകുമ്പോൾ മാത്രം അത് വെളിപ്പെടുത്തും. ആദിത്യന്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ടെന്ന് മാത്രം മൂർത്തിക്ക് മനസ്സിലായി. ഉടനെ തന്നെ പുറത്തു നിൽക്കുന്ന ബോഡി ഗാർഡ്സിന്റെ ഒരു കോൾ മൂർത്തിക്ക് വന്നു. കോൾ എടുത്ത് അയാൾ പറയുന്നത് കേട്ടതും മൂർത്തി ഞെട്ടലോടെ ആദിത്യനോട് പറഞ്ഞു, ആവണി അശോകിന്റെ ക്യാബിനിലേക്ക് കയറിയിട്ടുണ്ടെന്നാ. അശോകിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ആദിത്യൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു.